I with me, Shafi Parambil, who is Congress MP from Kerala. Sir, how was the meeting today? Because it was long awaited, long anticipated ahead of elections. It was all positive. The best thing is that after the local body election, the mood in Kerala is in favor of UDF. So people of Kerala are favoring UDF. We had a wonderful victory, wonderful success in local body elections. We won more than 550 Grama Panchayat, more than 83 block panchayats, more than 54 municipalities. We out of 6 corporations, we won all the 4. Out of 14 district panchayat, 7 district panchayat is being ruled by UDF friend right now. You saying that people are favoring Congress, but Prime Minister Narendra Modi was in Kerala this morning, and he's warning people, about Congress, saying that from INC you have become MMC, that Maoist Muslim Congress. See, whenever elections come, these people sort to such kinds of statements because apart from divisive agenda, they could say nothing to the people of Kerala, especially in a situation where they have laid their hands on Manrega. Or the people of Kerala wholeheartedly welcome such a project, and the very poor and very common people, it was strengthening them. On such a project, instead of it being a right, they are trying to make it a centrally sponsored scheme right now, and they have lifted Gandhiji's name from there. So those who don't hesitate to take out അടിമ സഖാക്കള് എന്താ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്? ഹെഡ്മാഷാണ്, രാഹുലിന്റെ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ആര്? ഷാഫി പറമ്പിൽ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, അത് തന്നെയാണ്, ഹെഡ്മാഷ് തന്നെയാണ്, പ്രിൻസിപ്പൽ തന്നെയാണ്. റഹീമിനും സംഘങ്ങൾക്കും വേണമെങ്കിൽ സമീപിക്കാം. എന്തിന്? എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പിലിനെ വേണമെങ്കിൽ ഒന്ന് സമീപിക്കാം. ഷാഫി ക്ലാസ് എടുത്തു തരും, പഠിക്കാം. നിങ്ങൾക്ക് AKG സെന്ററിൽ ഇരുന്നാൽ കിട്ടൂല. പഠിക്കണമെങ്കിൽ ഇന്ദിരാഭവനിൽ പോകണം, ഷാഫിയെ കാണണം. എന്നിട്ട് ഹെഡ്മാഷിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ഹെഡ്മാഷിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും എഴുതിക്കൊണ്ടുപോയതോ അല്ലെങ്കിൽ നോക്കി വായിക്കുന്നതോ ഒന്നുമല്ല. ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരേണ്ട കാര്യങ്ങളാണ്. ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയണം കൃത്യമായിട്ട്. ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ്, അതിന് മറുപടി. അത് നീ മലയാളമാണെങ്കിലും ശരി, ഇംഗ്ലീഷ് ആണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, അല്ല ഡൽഹിയിലാണെങ്കിലും ശരി, ഇല്ല. അതിന് കുറച്ച് തലയിൽ മൂള വേണം. അതുണ്ടാവണേ എങ്ങനെയാ? ഉണ്ടാവണമെങ്കിൽ രാജാവ് നീട്ടുന്ന തീട്ടം തിന്നാലുണ്ടാവില്ല, അരിയാഹാരം കഴിക്കണം. അരിയാഹാരം കഴിച്ചാൽ ബുദ്ധി ഉണ്ടാകും. ചാണകം തിന്നവന്റെ ബുദ്ധി റിവേഴ്സ് ഗിയറിലാണെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെയാണ് തീട്ടം. അത് ആരതാണെങ്കിലും, പശുവിൻ്റെ ആണെങ്കിലും ശരി, മനുഷ്യൻ്റെതാണെങ്കിലും ശരി, ഈ പറയുന്ന വിസർജ്യം കഴിച്ചു കഴിഞ്ഞാൽ, മലം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധി ഉള്ളത് കൂടി റിവേഴ്സ് ഗിയറിലേക്ക് പോകും. ഇതാണ് റഹീമിനൊക്കെ പറ്റുന്നത്. കാരണം രാജാവ് രാവിലെ തൂറിയിട്ട് ആ തീട്ടങ്ങനെ നീട്ടുമ്പോൾ അത് നക്കുന്ന അടിമകൾക്ക് എവിടെ നിന്നുണ്ടാവാനാ? നാവ് വഴങ്ങുമോ? വഴങ്ങില്ലെന്നേ. പിന്നെ ആകെയുള്ളൊരു മാർഗം എന്താ? ഇപ്പോൾ രാജ്യസഭയിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ എഴുതിക്കൊണ്ടുപോയിട്ട് വായിക്കാം, അല്ലേ? പക്ഷേ അതും രാജ്യസഭയിൽ പോകുമ്പോൾ അത് എഴുതിക്കൊണ്ടുപോയാലും അവിടെ ചെന്നത് വായിക്കുമ്പോൾ നാവ് ഇങ്ങോട്ട് വഴങ്ങില്ലെന്നേ. അവിടെയും ബബ്ബ അടിക്കേണ്ടി വരും. പക്ഷേ അതുപോലെയല്ല പുറത്തിറങ്ങിയാലുള്ള പ്രശ്നം. പുറത്തിറങ്ങിയാൽ എന്താ പ്രശ്നം? കണ്ടില്ല നിങ്ങൾ? കർണാടകയിൽ പോയിട്ട് ബാക്കിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞു കൊടുക്കുക, വൈ ഓൺലി ദ പുവർ? എന്തുകൊണ്ട് പാവപ്പെട്ടവർ മാത്രം എന്നാണ് ചോദ്യം. എന്നാൽ ആ മരമണ്ടന് പുവർ എന്താണ്, പ്യുവർ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലുമില്ല. ഇനി ഈ പുവർ എന്നുള്ളത് ഒന്ന് എഴുതി കൊടുത്തിട്ട്, POOR എന്ന് എഴുതി കൊടുത്തിട്ട് ഇതൊന്ന് വായിക്കടാ റഹീമേ എന്ന് പറഞ്ഞാൽ പിന്നെ റഹീമിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഡബിളായിട്ട് സെൻസർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഡബിളേർ സെൻസറിങ് വേണ്ടി വരും. ഒറ്റൊന്നിൽ നിർത്തൂല, ഡബിളേ വേണ്ടി വരും. അപ്പോൾ അതൊന്നും റഹീമിനെ കൊണ്ട് ആരും വായിപ്പിച്ച് കളയല്ല കേട്ടോ.
അപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീ പിറകിൽ നിന്ന് വൈ ഓൺലി ദ പുവർ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ റഹീം വൈ ഓൺലി ദ പ്യുവർ, വൈ ഓൺലി ദ പ്യുവർ. എൻ്റെ പൊന്നു ചങ്ങാതി, അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കാനെങ്കിലും ഒന്ന് തയ്യാറാവണ്ടേ? ഇത് നമ്മൾ പറയുമ്പോൾ പലരും പറയും ഭാഷ അത് ഒരാൾ മാനദണ്ഡമാക്കേണ്ട, ചില ആളുകളുടെ അഭിപ്രായം. ചില ആളുകൾ പറയുന്നത് ഭാഷ അറിയണമെന്നില്ല, നമുക്ക് മനസ്സിലായാൽ മതി എന്ന്. അങ്ങനെയൊന്നല്ല. ഡോക്ടറേറ്റും PhD-യും PG-യും ബിരുദവും ഒക്കെ നേടിയ വ്യക്തി വൈ ഓൺലി ദ പുവർ എന്ന് ഒരുത്തൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വൈ ഓൺലി ദ പ്യുവർ എന്നാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ചോദ്യം ചെയ്യുന്നത് ആ വ്യക്തിയെയല്ല, അയാൾക്ക് ഈ PG-യും ഡിഗ്രിയും PhD-യും ഡോക്ടറേറ്റും ഒക്കെ നൽകിയ ആളുകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവൻ ഇനി സ്വന്തമായിട്ട് ഒരാൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മലയാളമല്ലാത്ത ഭാഷയിൽ മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് മറ്റൊരാളുടെ സപ്പോർട്ടോടുകൂടി പറയാൻ പോലും കഴിയുന്നില്ലെങ്കിൽ, ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റു പറയാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് നാവ് വഴങ്ങുന്നില്ലെങ്കിൽ, പുവറും പ്യുവറും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, അത്തരക്കാർ ഈ ഹെഡ് മാഷിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെയൊക്കെ ഹെഡ് മാഷ് ആവാനും നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആവാനുമുള്ള എല്ലാ യോഗ്യതയും ഉള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട. വിദ്യയാണ് മുഖ്യമെങ്കിൽ ചെല്ലാം, അഭ്യസിക്കാം, പഠിച്ചെടുക്കാം. പറഞ്ഞു തരാൻ ഷാഫി പറമ്പിൽ ഉണ്ടാകും. AA റഹീമിനൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം തെരഞ്ഞെടുപ്പ് അത്രയും മത്സരിച്ചിട്ടും ഒരു തെരഞ്ഞെടുപ്പിലും വിജയിച്ച് കയറാൻ കഴിയാത്ത റഹീമിനെ പിൻവാതിലൂടെ തിരികെ കയറ്റി രാജ്യസഭയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ ചെന്ന് ബബ്ബടിക്കാതെ പറയാൻ എന്തെങ്കിലും ഒന്ന് ആ കേൾക്കുന്ന ആളുകൾക്കും സ്പീക്കറോടാണല്ലോ അഭിസംബോധന, സ്പീക്കറെയാണല്ലോ സാർ സാർ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ആരെയാ? അത് ഏത് നിയമനിർമ്മാണ സഭയിലാണെങ്കിലും സ്പീക്കറെയാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. ആ കേൾക്കുന്ന സ്പീക്കർക്കെങ്കിലും ഈ മഹാമണ്ടൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ പാകത്തിലുള്ള വിധം സംസാരിക്കാൻ കഴിയുന്ന ആളുകളെയെങ്കിലും പറഞ്ഞു വിട്ടൂടെ ഇവർക്ക്? അതിന് ആളില്ല. AKG സെൻറ്ററിൽ മഷിയിട്ട് നോക്കിയാൽ പോലും അങ്ങനത്തെ രണ്ടെണ്ണത്തിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടതാ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു വേദിയിൽ ഇരുന്നിട്ട് പറയുന്നത് wherever I go I take my house on my head എന്നാ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാടെണ്ണം നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ മുഖ്യൻ്റെ വേറെയും ഉണ്ട്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇവരുടെ അവസ്ഥ ഇങ്ങനെയാ. അതിന് സഖാക്കൾക്ക് വേണമെങ്കിൽ ഷാഫിയെ ഒന്ന് മാതൃകയാക്കാം. അതുപോലെ ഹെഡ് മാഷാണെന്ന് പറയുന്ന നിങ്ങൾ അതുപോലെ ആവാനൊന്ന് ശ്രമിക്കടോ. നടക്കുമോ നോക്കാമല്ലോ നമുക്ക്, അല്ലേ? ഒരു ശ്രമം നടത്തിക്കൂടെ? അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ജനങ്ങളെ കരുതണ്ട, അവരെ കുറിച്ച് ഓർക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ആളുകൾക്കെല്ലാം മക്കളും ഭാര്യയൊക്കെ ഉണ്ടാവില്ലേ, അവരെ കാര്യമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട്. കാരണം നിങ്ങൾ കാരണം ഈ പാവങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ അയ്യോ നമ്മളെ AA ഭാര്യ അല്ലെങ്കിൽ AA മകൻ എന്നൊക്കെ നാട്ടുകാർ പറയുന്ന അത് പറയുമ്പോൾ ഇപ്പോൾ AA റഹീമിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക? ഒന്നില്ലെങ്കിൽ രാജ്യസഭയിൽ സംസാരിക്കുന്ന ആ രംഗം, അതല്ലെങ്കിൽ കർണാടകയിൽ പോയിട്ട് സംസാരിച്ച രംഗം. ഇതൊക്കെ കണ്ടാൽ ഞാൻ റഹീമിനോട് മറ്റൊരു കാര്യം കൂടി പറയാം. എന്ത്? അറ്റ്ലീസ്റ്റ് ഇപ്പം എന്തായാലും റഹീമിൻ്റെ മകന് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ടാവും. ആ കൊച്ചിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്യുവറും പൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിക്കും. എനിക്കറിയാത്തത് എങ്ങനെയാണ് ഈ വ്യക്തിക്കൊക്കെ ഈ PhD-യും ബാക്കിയുള്ളതും കിട്ടിയതെന്നാണ്. എന്താണെങ്കിലും സഖാക്കളെ, ഷാഫി രാഹുലിൻ്റെ മാത്രം സ്കൂളിലെ ഹെഡ് മാഷല്ല, നിങ്ങളുടെ സ്കൂളുകളിലെ ഹെഡ് മാഷ് ആവാനും പ്രിൻസിപ്പൽ ആവാനും ഒക്കെ യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇപ്പം ഷാഫി പറഞ്ഞത് കേട്ടല്ലോ. എന്താണ് ഇന്നത്തെ കാര്യമായ ചർച്ച? വളരെ പോസിറ്റീവായ ചർച്ച. ബിക്കോസ്
ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞിട്ട് എണ്ണി പറയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 500+ അധികം ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, 6 കോർപ്പറേഷനിൽ 4 എണ്ണം, ജില്ലാ പഞ്ചായത്തുകൾ, അങ്ങനെ പറഞ്ഞ് മുനിസിപ്പാലിറ്റികളുടെ എണ്ണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അടുത്ത ചോദ്യം, മോഡിജി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവിടെ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, മറിച്ച് മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇതിനുള്ള മറുപടി എന്താ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത് എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയമല്ലാതെ പറയാൻ മറ്റൊന്നുമില്ല. പാവങ്ങളുടെ വയറ്റത്തടിച്ച ഏർപ്പാടുകൾ മാത്രമാണ്. കേരളത്തിലെ പാവങ്ങളായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ വയറ്റത്തടിച്ച നടപടിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. ഇത്ര വ്യക്തമായിട്ട് ഇതൊക്കെ പറയാൻ കഴിയുന്ന വ്യക്തി റഹീമേ, ഇച്ചിരി ഉളുപ്പ്. ഞാൻ പറഞ്ഞില്ലേ റഹീമേ, രാഹുലിൻ്റെ മാത്രം സ്കൂളിലെ ഹെഡ്മാഷല്ല, നിന്റെയൊക്കെ സ്കൂളിലെ ഹെഡ്മാഷാകാനും യോഗ്യത ഷാഫി പറമ്പിലുണ്ട് എന്നുള്ളതാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇച്ചിരിയെങ്കിലും മൂള വേണം. മൂള ഉണ്ടാവണമെങ്കിൽ അരിയാഹാരം കഴിക്കണം. രാജാവ് അരിയാഹാരം കഴിച്ചിട്ട് ആ തൂറിയത് തിന്നാൽ ആ അരിയാഹാരം കഴിച്ചതിൻ്റെ ഫലം കിട്ടില്ല. അത് തിന്നാൽ തീട്ടം നക്കിയതിൻ്റെ ഫലം മാത്രമേ കിട്ടുകയുള്ളൂ. അത് കാരണം എന്തുണ്ടാകും? ബുദ്ധി റിവേഴ്സ് ഗിയറിലേക്ക് മറിയും എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഗിയറിലേക്കോ സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഫിഫ്ത്തിലേക്കോ ഒന്നും പോകില്ല, മറിച്ച് നേരെ റിവേഴ്സ് ഗിയർ. അങ്ങനെയായിരിക്കും പിന്നെ ബുദ്ധിയുടെ മസ്തിഷ്കത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് റഹീമിനൊക്കെ വേണമെങ്കിൽ മാതൃകയാക്കാം എന്ന് മാത്രമല്ല, ഷാഫിയുടെ സ്കൂളിൽ പോയിട്ട്, അതായത് ഷാഫി പറമ്പിൽ ഹെഡ്മാഷ് ആയിരിക്കുന്ന സ്കൂളിൽ പോയിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് പഠിക്കാനുള്ള ശ്രമങ്ങൾ വേണമെങ്കിൽ നടത്താം. പക്ഷേ പഠിച്ച് പാസ്സാക്കി വിടാമെന്നുള്ള ഉറപ്പൊന്നും തരാൻ കഴിയില്ല. കാരണം അത് വേണമെങ്കിൽ, അങ്ങനെ പഠിച്ച് പാസ്സാക്കി തരാമെന്ന് ഉറപ്പ് നൽകണമെങ്കിൽ, ഗ്യാരണ്ടി നൽകണമെങ്കിൽ ഷാഫി ഒരു കണ്ടീഷൻ വെക്കും. എന്തായിരിക്കും കണ്ടീഷൻ? തീട്ടം തിന്നൽ അവസാനിപ്പിക്കണം, അടിമത്വം അവസാനിപ്പിക്കണം എന്നുള്ളതായിരിക്കും ആ കണ്ടീഷൻ.